രണ്ടിലൊരാളുടെ ഭ്രാന്ത് അവസാനിക്കുമ്പോൾ പ്രണയം മരിക്കുന്നു. അങ്ങനെ ഭ്രാന്ത്, ആ പ്രണയം, ഭേദമായ ഒരാളെ ഇന്നലെ കണ്ടുമുട്ടി. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾ പറഞ്ഞു, വികാരവും വിചാരവും എന്നതിൽ വികാരത്തെ ജയിക്കാൻ വിചാരത്തിനാവണം. അങ്ങനെ ജയിക്കാത്തവർ നശിക്കും. അങ്ങനെയുള്ളവർ നശിച്ചടങ്ങും. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളിൽ ഭ്രാന്തിൻ്റെ, ആ പ്രണയത്തിൻ്റെ നേരിയ ലാഞ്ചന പോലും കാണാനുണ്ടായിരുന്നില്ല. ഹാ, സന്തോഷം! അയാൾ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. ലക്ഷ്യമുണ്ടായിരിക്കുന്നു. അയാളുടെ ലോകം വിസ്തൃതമായി കൊണ്ടിരിക്കുന്നു. അയാൾ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കടപ്പാടുകൾ എല്ലാം കൃത്യമായി ചെയ്തു തീർക്കുന്നു. അയാളിപ്പോൾ അനാവശ്യമായി അസ്വസ്ഥനാകുന്നില്ല. അയാളുടെ സമയങ്ങൾ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അയാളുടെ സമയഘടികാരം കാലത്തിനനുസരിച്ച് ഇന്നിൻ്റെ സ്പന്ദനങ്ങളുമായി മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇല്ല, എവിടെയും ഭ്രാന്തിൻ്റെ തിളക്കം പോലുമില്ല. ഹാ ഭാഗ്യം, അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാൻ അയാൾക്ക് ചുറ്റിലും നോക്കി. തൊട്ടപ്പുറം അയാളിലേക്ക് നങ്കൂരമിട്ടുകൊണ്ട് രണ്ട് കണ്ണുകൾ അയാളുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഞാൻ അവളിലേക്ക് നടന്നു. ഹൃദയം മാത്രമുള്ള ഒരുവൾ, അയാളുടെ വാക്കുകളാൽ മുറിഞ്ഞു പോവുകയും വികാരത്താൽ വശം കെടുകയും വിചാരമില്ലാതായി പോയതിൽ ഖേദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവൾ. അവൾ ഭ്രാന്തിനാൽ പൂക്കുകയും പിടയുകയും ഉടയുകയും ചെയ്തു. കണ്ണിലെ മഷിക്കറുപ്പിൽ അഗാധമായൊരു ഭ്രാന്തിനെ, ആ പ്രണയത്തെ അവൾ ഒളിച്ചു വെച്ചിരിക്കുന്നു. അവൾ ഹൃദയത്തെ തൊട്ടു കാണിച്ചു. കൂട്ടിത്തുന്നലുകളിലേറ്റു വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. പലതവണ വലിച്ചെറിഞ്ഞു മുറിവേറ്റ കളിപ്പാട്ടം എന്നവൾ സ്വയം പദം പറഞ്ഞു. അസുഖം വരാതെ നോക്കായിരുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് ഒരു പൊട്ടിച്ചിരിയിൽ അവൾ മറുപടി പറഞ്ഞു. എനിക്ക് വിചാരമുണ്ടായിരുന്നില്ല. അതെ, എനിക്ക് തലച്ചോറുണ്ടായിരുന്നില്ല. ഞാൻ ഹൃദയം കൊണ്ട് മാത്രം ചിന്തിച്ചു. എനിക്കെന്നും ഹൃദയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹൃദയത്തെ അവർ ചൂഴ്ന്നെടുത്തു. സ്വപ്നങ്ങൾ നൽകി അവർ എൻ്റെ വേദനകളെ മയക്കിക്കിടത്തി. പുതിയ ലോകത്തേക്ക് പറിച്ചു നട്ടു. വാക്കിൻ്റെ മായാജാലം കാട്ടിത്തന്നു. ജീവശ്വാസം പോലെ ചുറ്റിലും നിറഞ്ഞു. എൻ്റെ നേരങ്ങളെയെല്ലാം അവർ കട്ടെടുത്തു. ഊണിലും ഉറക്കത്തിലും സാന്നിധ്യമറിയിച്ചു. നിഴൽ പോലെ കൂടെ നടന്നു. ഇതാണ് ലോകമെന്ന്, ഇതാണ് സന്തോഷമെന്ന് അവർ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ലോകത്തെ അവർക്ക് ചുറ്റിലുമാക്കി ഞാൻ ഉടച്ചു വാർത്തു. മതിൽ കെട്ടി ഞാൻ സ്വയം തടവറ തീർത്തു. അപ്പോഴും ഞാൻ സന്തോഷിച്ചു. സ്നേഹത്താൽ തളിർത്തു. എൻ്റെ ഉടലളവുകളെ അവർ വർണ്ണിച്ചു. എൻ്റെ വസന്തത്തെ അവർ മതിവരുവോളം ആസ്വദിച്ചു. പൂക്കാലങ്ങളിൽ ചിത്രശലഭം പോലെ ആഴ്ന്നിറങ്ങി. ഞാൻ വികാരങ്ങളിൽ ജീവിച്ചു. എല്ലാം അവർ ജീവിപ്പിച്ചു. എന്നിൽ ഭ്രാന്ത് ഉടലെടുത്തു. ഹാ, ആ പ്രണയം തന്നെ. ഞാൻ രോഗഗ്രസ്തിയായി. ഇപ്പോഴും ഭേദമാക്കാൻ പറ്റാത്ത വിധം അതെന്നിൽ പടർന്നിരിക്കുന്നു. ഞാൻ ഉന്മാദിനിയായി തീർന്നിരിക്കുന്നു. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളെ കേട്ടുകൊണ്ട് ഞാൻ അവളുടെ അരികിലായിരുന്നു. അയാൾ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് വിഫലമായ നോട്ടമെറിഞ്ഞു. അവൾ ഇപ്പോഴും അയാളുടെ കണ്ണിൽ പ്രണയത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. ഞാൻ അവരിൽ നിന്നും ബഹളങ്ങളിലേക്ക് നടന്നിറങ്ങി. അപ്പോഴും എൻ്റെ വികാരങ്ങളെ വിചാരത്താൽ ബന്ധിപ്പിക്കാൻ ഞാനും വൃഥാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രണയം ഹൃദയങ്ങൾ തമ്മിലാണ്. ഹൃദയവും ഹൃദയവും തമ്മിൽ. ഹൃദയവും തലച്ചോറും ഒരിക്കലും പ്രണയത്തിലാകില്ല. പ്രണയം ഹൃദയങ്ങൾ തമ്മിലാണ്. ഹൃദയവും ഹൃദയവും തമ്മിൽ മാത്രം.